ക്രിക്കറ്റ് വിത്ത് നമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 300 അടിക്കാൻ പോയ ടീമിനെ 156 റൺസിൽ ഒതുക്കി കളഞ്ഞു ലക്നൗ സൂപ്പർ ജയൻസ്. ഇന്ന് ഉച്ചക്ക് നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് vs LSG മത്സരത്തിൽ ആദ്യം ടോസ് കിട്ടിയിട്ട് LSG നായകൻ ഋഷഭ് പന്ത് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയക്കുന്നു. അവർ 20 ഓവറിൽ 156 റൺസാണ് എടുക്കുന്നത്. ആഫ്റ്റർനൂൺ പിച്ചാണ്, ബൗളേഴ്സിന് നല്ല ഉപയോഗം കിട്ടുമെന്ന് കൃത്യമായിട്ട് പന്തിനറിയാം. അപ്പോൾ തുടക്കത്തിൽ ഷമിക്ക് നല്ല മൂവ്മെന്റ് ലഭിച്ചു. അദ്ദേഹം അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹം ആദ്യത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ പറഞ്ഞു വിടുന്നു. ഇപ്പൊ അഭിഷേക് ശർമ്മ കുറച്ച് കാലങ്ങളായിട്ട് ഫോം ഔട്ടിലാണ്. കഴിഞ്ഞ കളി ഒരു ചെറിയ കമ്മിയോ കളിച്ചു എന്നൊഴികെ ബാക്കി ഇപ്പോ കുറെ കാലങ്ങളായിട്ട് ഫോം ഔട്ടാണ്. വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം പൂർണ്ണ ഫോം ഔട്ടിലായിരുന്നു. അതിങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിന് മടക്കും. അദ്ദേഹം 0 റൺസാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ സഹ ഓപ്പണർ ട്രാവിസ് ഹെഡിനെയും മുഹമ്മദ് ഷമി മടക്കുന്നു. 8 പന്തിൽ 7 റൺസ്. അങ്ങനെ ഷമി തുടക്കത്തിൽ SRHന് മുറിവേൽപ്പിക്കുന്നു. പിന്നെ നായകൻ ഇഷാൻ കിഷൻ, അദ്ദേഹം 1 റൺസാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ബൗൾഡ് ആക്കുവാണ് പ്രിൻസ് യാദവ് ചെയ്തത്. പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ, അദ്ദേഹം ഇന്നലെ കളിക്കാൻ ഇറങ്ങി. ലിവിങ്സ്റ്റൺ ഇന്നലെ 14 റൺസാണ് ലിവിങ്സ്റ്റൺ എടുക്കുന്നത്. 20 പന്തിൽ 14 റൺസ് എടുത്ത് ലിവിങ്സ്റ്റൺ പോകുന്നു. അങ്ങനെ 7 ഓവറിൽ 26 4 വിക്കറ്റ്. SRHന്റെ അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറി ക്ലാസനും കൂടി ടീമിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരൊരു നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൃത്യമായ ഘട്ടത്തിൽ ബൗണ്ടറി കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിതീഷ് കുമാർ റെഡ്ഡി ഔട്ട് ആകുമ്പോൾ 142 റൺസിലേക്ക് എത്തി. അപ്പൊ 116 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ്. അവർ 10 ഓവറിൽ 114 റൺസ് എടുത്തു. ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡിയും എടുത്തു പറയേണ്ട ഒന്നാണത്. ക്ലാസൻ 41 പന്തിൽ 62 റൺസ്, നിതീഷ് കുമാർ റെഡ്ഡി 33 പന്തിൽ 56 റൺസ്. ക്ലാസൻ പോകുമ്പോൾ ടീമിന്റെ ടോട്ടൽ എന്നുള്ളത് 144. അതായത് നിതീഷ് കുമാർ റെഡ്ഡി പോകുമ്പോൾ 142, ക്ലാസൻ പോകുമ്പോൾ 144. പിന്നെ ഹർഷ് ദുബെ തൊട്ടടുത്ത പന്തിൽ ഹർഷ് ദുബെ പോകുന്നു. അങ്ങനെ ഓനെ ഹാട്രിക് ആവുന്നു ആവേശ് ഖാനി. പിന്നെ 151 ശിവൻകുമാർ, 156 ഹർഷൽ പട്ടേൽ. ഇങ്ങനെയാണ് പോകുന്നത്. ഇന്നിംഗ്സ് സലിക്കും 186 9 വിക്കറ്റ്. അപ്പോ ലക്നൌയുടെ കാര്യം, ഷമി 4 ഓവറിൽ 9 റൺസാണ് ഷമി കൊടുത്തത്. ഇതേ SRH ട്രേഡ് ചെയ്താണ് ഷമിനെ ഓർക്കണം. ഷമി കൃത്യമായി മൂവ്മെന്റും സ്വിംഗ് ഒക്കെ ലഭിച്ചാൽ ഷമി വേറെ ലെവലാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇത് കൃത്യമായി കാണിച്ചു തന്നു. ദിഗ്വേഷ് റാത്തി 4 ഓവറിൽ 46 റൺസ്. അദ്ദേഹം ആദ്യമൊക്കെ മികച്ച രീതിയിലായിരുന്നു, പിന്നെ അവസാനം എക്സ്പെൻസീവ് ആയി പോയി. പ്രിൻസ് യാദവ് 4 ഓവറിൽ 34 2. മണിമാരൻ സിദ്ധാർത്ഥ 4 ഓവറിൽ 29 1. ആവേശ് ഖാൻ ആവട്ടെ 4 ഓവറിൽ 36 2. അങ്ങനെ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തു. ഹൈദരാബാദിൽ പിച്ചാണ് കൂടി ഓർക്കണം. അവിടെയാണ് 186 ഒതുക്കുന്നത് SRHനെ പോലത്തെ ഒരു ടീമിനെ. എന്നാൽ മറുപടി ബാറ്റിംഗിലായിരുന്നു LSGയുടെ അവസ്ഥയോ. തുടക്കം കുറച്ച് മികച്ചതായിരുന്നു. ഓവൻ മാർക്രം ഇന്നലെ മർക്രവും മാഷും തന്നെ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ കളി പന്താറിഞ്ഞത്, പക്ഷെ ഇന്നലെ മർക്രം തന്നെ ഇറങ്ങി. അദ്ദേഹം 27 ബോളിൽ 45. മർക്രം ആവട്ടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോം ഓഫീസ് ലൈഫിലാണ് ഉള്ളത്. അദ്ദേഹം മികച്ച രീതിയിലാണ് വേൾഡ് കപ്പ് കളിക്കുന്നതിലെ അതിങ്ങനെ തുടരുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യം പോകുന്നത് മിച്ചൽ മാഷാണ്. മിച്ചൽ മാഷ് പോകുന്നത് 4.4 ഓവർ ആകുമ്പോഴാണ് മിച്ചൽ മാഷിന്റെ വിക്കറ്റ് ഇഷാൻ മലിംഗ എടുക്കുന്നത്. ഇഷാൻ മലിംഗയുടെ പന്ത് പുള്ളിയെ ശ്രമിക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി പിടിച്ചു പുറത്താകുന്നു. പിന്നെ ക്യാപ്റ്റൻ പന്ത് കുറെ കാലങ്ങളായിട്ട് ഫോം ഔട്ടിലാണ് പന്ത് ഉള്ളത്. പന്ത് പക്ഷെ ഇന്നലെ കൃത്യമായ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹമാണ് ഇന്നലെ വിന്നിംഗ് റൺസ് പോലും എടുക്കുന്നത്. 50 പന്തിൽ 68 റൺസാണ് ഋഷഭ് പന്ത് എടുക്കുന്നത്. കഴിഞ്ഞ കളി നിങ്ങൾക്ക് നടന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ, ഗോയൻക്കും പന്തും തമ്മിലുള്ള സംഭവം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ പന്ത് ഇന്നലെ കൃത്യമായി കാണിച്ചു എന്താണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വമെന്ന്. 50 പന്തിൽ 68 റൺസ്. അത്ര റൺസ് ജയിക്കാൻ വേണ്ടു. അദ്ദേഹം ഗ്രീസിൽ നിന്ന് അദ്ദേഹത്തിനാണ് ജയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ജയിപ്പിച്ചു. മർക്രം 27 പന്തിൽ 45. മർക്രം പോകുമ്പോൾ ടീമിന്റെ സ്കോർ 77 റൺസ്. പിന്നെ ഇമ്പാക്ട് ആയിട്ട് ആയുഷ് ബഡോണി എത്തുന്നു. ബഡോണി എടുക്കുന്നത് ഇന്നലെ 9 പന്തിൽ 12 റൺസാണ് ബഡോണി എടുക്കുന്നത്. ബഡോണി യഥാർത്ഥത്തിൽ ഹർഷ് ദുബെയുടെ പന്ത് ഇഷാൻ കിഷൻ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുന്നു. പിന്നെ നിക്കോളാസ് പൂരൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്താണ് ചെയ്തത്? അദ്ദേഹം ഇന്നലെ അടിക്കാൻ ശ്രമിക്കുന്നത് ബോൾ പിച്ചത് കീപ്പർ ടൈമിലേക്ക് വരുന്നു. അദ്ദേഹം ബോൾ കാണുന്നത്, അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു, ഔട്ട് ആകുന്നു. ഇഷാൻ കിഷൻ അങ്ങനെ 4 പന്തിൽ 1 റൺസാണ് നിക്കോളാസ് പൂരൻ എടുക്കുന്നത്. പിന്നെ അബ്ദുൾ സമദ്, അദ്ദേഹം 12 പന്തിൽ 16 റൺസ്. മുകിൽ ചൗധരി 5 പന്തിൽ 2 റൺസ് നോട്ട് ഔട്ട്. അവസാനമൊക്കെ കളി ടൈറ്റായി പോയി. 1 ഓവറിലേക്ക് 9 റൺസാണ് അവസാനത്തെ ഓവറിൽ വേണ്ടത്. ആ ഓവറിലെ ആദ്യത്തെ പന്തിൽ പന്ത് 4 അടിക്കുന്നു. രണ്ടാമത്തെ പന്ത് 4, പിന്നെ ഒരു ഡോട്ട് ബോൾ, പിന്നെയും ഡോട്ട് ബോൾ. അങ്ങനെ 2 ബോളിലേക്ക് 1 റൺസ്, പിന്നെയും 4 അടിക്കും. അങ്ങനെ പന്ത് വിജയം ഉറപ്പാക്കുകയാണ് LSGയുടെ. അപ്പൊ ഈ കളിയിലേക്ക് വന്നാൽ ഇപ്പൊ SRHന്റെ കാര്യത്തിൽ അവർക്ക് ബോളിംഗിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പൊ പാറ്റ് കമ്മിൻസ് ഇല്ലാത്തത് തിരിച്ചടി തന്നെയാണ് അവർക്ക്.
പക്ഷെ അവർ ഇന്നലെ എന്നാലും 156 റൺസ് LSTനെ ഒരല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ശരി തന്നെയാണ്. പക്ഷെ ഋഷഭ് പന്തിന് വിക്കറ്റ് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം. ഇഷാൻ കിഷാൻ കളിക്കാൻ പറയുന്ന കാര്യമുണ്ട്. ഇഷാൻ കിഷാൻ പറഞ്ഞു നമ്മളെ ബൗളേഴ്സ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫീൽഡേഴ്സും മോശമായിട്ട് കളിച്ചത്. പക്ഷെ 1-2 ബൗണ്ടറി പോയി, അത് നമുക്കൊരു പ്രശ്നമായി പോയി എന്നാണ് ഇഷാൻ കിഷാൻ പറയുന്നത്. എന്നാൽ പന്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഫോമിലേക്ക് എത്തിയെന്ന് മാത്രമല്ല ടീമിനെ കളി കൊണ്ടുപോകാനും ഫിനിഷ് ചെയ്യിപ്പിക്കാനും പറ്റിയ ടീമിനെ. പിന്നെ ബൗളേഴ്സിന്റെ കാര്യം ഞാൻ എടുത്തു പറയണം, എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ഷമിയും ആവേശ് ഖാനും ദിഗ്വേഷ് റാത്തിനെയും പിന്നെ സിദ്ധാർത്ഥിനെയും എല്ലാവരും ഞാൻ എടുത്തു പറയുന്നുണ്ട്. ടീം മെമ്പേഴ്സിനെ മൊത്തത്തിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ എനിക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുക വളരെയധികം സന്തോഷമെന്നാണ് ഋഷഭ് പന്ത് LSTയുടെ നായകൻ പറയുന്നത്. മുഹമ്മദ് ഷമിയുമായിട്ട് അദ്ദേഹമാണ് ഇന്നലെ മാൻ ഓഫ് ദി മാച്ച്. അദ്ദേഹം പറയുന്നു ഞാൻ ഹാപ്പിയാണ്, നമ്മൾ ആദ്യത്തെ കളി പൊട്ടിപ്പോയി, രണ്ടാമത്തെ കളി ഇപ്പോൾ നമ്മൾ ജയിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ സ്കില്ലും എന്റെ ആ എക്സ്പീരിയൻസ് ഒക്കെ ടീമിനെ നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ ഞാനിപ്പോ നല്ല ടച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ അല്ലേ, അതുകൊണ്ട് എനിക്ക് എന്റെ എല്ലാം എന്റെ എല്ലാ ഇതും ചെയ്തിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് മുഹമ്മദ് ഷമി അവരുടെ വിശ്വസ്തനായ ബോളർ പറയുന്നത്. പിന്നെ ഏവൻ മാർക്കം പറയുന്ന കാര്യം പറഞ്ഞാലോ, അദ്ദേഹം പറയുന്നു ഞാനിപ്പോ ഫോമിലാണ്, അതുകൊണ്ട് ഞാൻ ന്യൂ ബോളിലേക്ക് നന്നായി കളിക്കുമെന്നാണ് ഞാനിപ്പോ കളിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ഇഷാൻ കിഷാൻ പറഞ്ഞ കാര്യം നമ്മൾ അങ്ങനെ LST തന്നെ അവർ ഇപ്പൊ LST 2 കളി 1 കളി വെച്ച് SRH 3-1. SRHന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിച്ച് പറ്റും SRHന്റെ ആരാധകർ. കാരണം എന്താണെന്ന് അറിയാം, ബാറ്റിങ്ങിൽ ഇപ്പൊ ക്ലാസൻ മാത്രമായിരിക്കും വിശ്വസ്തമായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റൂ, ബാക്കി ആരുമില്ല. ഇപ്പൊ അഭിഷേക് ശർമ്മ ഫോം ഔട്ടാണ്, ട്രാവിസ് ഹെഡ് ആവട്ടെ ഫോം ഔട്ടാണ്, ഇഷാൻ കിഷന്റെ കളി കളിച്ചു പിന്നെ കളിക്കുന്നില്ല, അദ്ദേഹം ഫോം ഔട്ടാണെന്ന് പറയാനില്ല. അദ്ദേഹം നമ്മുടെ വേൾഡ് കപ്പിലേക്ക് മികച്ച ഫോമിലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് കൺസിസ്റ്റന്റ് ഇല്ല. പിന്നെ ക്ലാസിൽ മാത്രമാണ് അവർ അല്പം കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയിൽ അല്പം കളിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി മറക്കുന്നില്ല. അപ്പൊ SRHന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്, അതൊക്കെ മാറ്റി അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൂടുതൽ വീഡിയോസിനെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.